Good evening, students. How are you? I hope that you are all fine, okay? Today we are going to learn a new story from our Term 2 textbook. So please take your Term 2 textbook. So page number 12. Okay. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയൊരു സ്റ്റോറിയാണ്. നമ്മൾ എത്ര സ്റ്റോറി ഇതുവരെ പഠിച്ചു ഓർക്കുന്നുണ്ടോ? ഒരു സ്റ്റോറി നമ്മൾ പഠിച്ചില്ലേ, ഒരു ഫാദറിൻ്റെയും സണ്ണിൻ്റെയും കഥയൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അതേ പുസ്തകമില്ലേ, നമ്മുടെ ടേം 2 ടെക്സ്റ്റ് ബുക്കിലല്ലേ പഠിച്ചത്. അപ്പോൾ ആ ടേം 2 ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അതിൽ പേജ് നമ്പർ 12 12ാമത്തെ പേജ് എടുക്കുക കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡ്ജക്റ്റീവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഓർക്കുന്നില്ലേ? അഡ്ജക്റ്റീവ് എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിന് കുറച്ച് സാറ് വർക്ക് തന്നിരുന്നു, നിങ്ങളെല്ലാവരും ചെയ്തെന്ന് വിചാരിക്കുന്നു. ചെയ്യാത്തവർ ചെയ്യുക. അതിൻ്റെ കംപ്ലീറ്റ് ആൻസർ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? ഒരു സ്റ്റോറിയാണ്. ചാപ്റ്റർ 7 അല്ലേ, പേജ് നമ്പർ 12. നമ്മുടെ ടേം 2 ആണ്, ടേം 2 ടെക്സ്റ്റ് ബുക്ക്. ടേം 1 ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ടേം 1 ഇനിയിപ്പോൾ അധികം ഇല്ല, ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടേം 2 നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ടേം 2 നമുക്ക് ഇപ്പോൾ നമ്മുടെ കഥയാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഗ്രാമർ പാർട്ടുണ്ട്, അത് നോക്കണം. ഓക്കെ, അപ്പോൾ ഈ കഥ നിങ്ങൾ കേട്ട് പഠിക്കുന്നതിനോടൊപ്പം ഇതിൽ കുറച്ച് വാക്കുകൾ സാറ് പറയും. ആ വാക്ക് നിങ്ങൾ എഴുതി പഠിക്കണം. അതായത് ഒരു 3-4-5 പ്രാവശ്യം ആ വാക്ക് നിങ്ങൾ എഴുതി പഠിച്ച് അടുത്ത ക്ലാസ്സിൽ സാറിനെ കാണിക്കണം കേട്ടോ, ഇംഗ്ലീഷുള്ള ക്ലാസ്സിൽ. ഓക്കെ, മാത്രമല്ല എഴുതി പഠിച്ചവരത് വാട്സപ്പിൽ അത് പേഴ്സണലായിട്ട് പ്രൊവൈഡ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്നെ എഴുതി കാണിക്കണം വാട്സപ്പിൽ. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. തെന്നാലി രാമൻ കേട്ടിട്ടുണ്ടായിരിക്കും, പഴയ കഥകളാണ്, ഒരുപാട് പഴയ കഥകളാണ്. തെന്നാലി രാമൻ കേട്ടിട്ടുണ്ടോ? അവിടെ ടെക്സ്റ്റ് നോക്കിയേ, TENALI, തെന്നാലി അല്ലേ, തെന്നാലി രാമൻ, തെന്നാലി രാമ എന്ന് എഴുതിയേക്കുന്നത് കേട്ടോ. ഇംഗ്ലീഷിൽ നമ്മൾ തെന്നാലി രാമ എന്ന് പറയും, മലയാളത്തിൽ തെന്നാലി രാമൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അത് നോക്കിക്കോണം. ഞാൻ വായിക്കുമ്പോൾ നിങ്ങളൊപ്പം ആ ടെക്സ്റ്റ് തുറന്നു വെച്ച് നോക്കുക. സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, എന്നാലും നിങ്ങൾ ടെക്സ്റ്റും കൂടെ നോക്കണം കേട്ടോ, തുറന്നു വെച്ച് നോക്കുക. അപ്പം ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റോറി. നോക്കിക്കോ. Some people are always cheerful. They are happy and they make others happy. Tenali Rama and Birbal were two such men. They were well known for their jokes. Okay, അപ്പോൾ നമ്മൾ കഥ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. Some people, കുറച്ച് ആളുകൾ എങ്ങനെയാണ്? or always cheerful. അവരെപ്പോഴും എങ്ങനെയാണ്? ചീർഫുള്ളാണ്. ചീർഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചീർഫുൾ എന്ന് പറഞ്ഞാൽ ആ വാക്ക് എഴുതിക്കുക, ഒന്നാമത്തെ വാക്ക്. ഇത് നിങ്ങൾ എഴുതി പഠിക്കേണ്ട വാക്കാണ് ചീർഫുൾ. എന്നോട് കൂടെ പറയണം, ചീർഫുൾ എന്ന് പറഞ്ഞാൽ ഹാപ്പി, സന്തോഷിക്കുന്ന, മനസ്സിലായില്ലേ? ആ ഒരു മീനിങ്ങാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോണം, അതിൻ്റെ മീനിങ് മനസ്സിൽ പഠിച്ചോണം കേട്ടോ. അപ്പോൾ ഈ വാക്ക് നോട്ട് ചെയ്തോണേ. ഏതാ വാക്ക്? ചീർഫുൾ കണ്ടോ എഴുതിയിരിക്കുന്നത്? സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, ചീർഫുൾ. ആണ്ട ഈ വാക്ക് ഇതാണ് ചീർഫുൾ കണ്ടോ? ഞാൻ അണ്ടർലൈൻ ചെയ്തേക്കുന്നുണ്ടോ? ചീർഫുൾ. എന്താണ് ചീർഫുൾ എന്ന് പറഞ്ഞാൽ? ഹാപ്പി, അതാണ് മീനിങ്. ഓക്കെ, സം പീപ്പിൾ ആർ ഓൾവേസ് ചീർഫുൾ, സം പീപ്പിൾ ആർ ഓൾവേസ് ഹാപ്പി. അതായത് ചില ആളുകൾ എപ്പോഴും ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന ആളുകളാണ്. ദേ ആർ ഹാപ്പി ആൻഡ് ദേ മേക്ക് അതേഴ്സ് ഹാപ്പി. അവർ സന്തോഷിച്ചിരിക്കുക മാത്രമല്ല, അവരെപ്പോഴും ഹാപ്പിയാണെന്ന് മാത്രമല്ല, ബാക്കിയുള്ള ആളുകളെ അവർ ചിരിപ്പിക്കുക അല്ലെങ്കിൽ സന്തോഷിപ്പിക്കും. അങ്ങനെയാണ്, മനസ്സിലായില്ലേ? വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്ന ആളുകളെ അവർ സന്തോഷിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വരും. മനസ്സിലായോ? അപ്പം ഇനി നോക്കിക്കോ. തെന്നാലി രാമ ആൻഡ് ബീർബൽ വെയർ ടു സച്ച് മെൻ. തെന്നാലി രാമനും ബീർബൽ കേട്ടിട്ടുണ്ടോ? ബീർബൽ, ഈ തെന്നാലി രാമൻ ഒരാളുടെ പേരാണ് കേട്ടോ. ബീർബലും അതുപോലെ ഒരാളാണ്. ഈ രണ്ടുപേരും ഒരേ സ്വഭാവ, ആൾക്കാരെ കൂടുകൂടാ ചിരിപ്പിക്കും. എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞ്. നിങ്ങളൊക്കെ ചിരിക്കാറില്ലേ? തമാശ കേട്ട് നിങ്ങൾ ചിരിക്കത്തില്ലയോ? നിങ്ങളുടെ വീട്ടിലാരെങ്കിലും ഉണ്ടോ ഇങ്ങനെ എപ്പോഴും തമാശ പറഞ്ഞ് ഇങ്ങനെ ചിരിപ്പിക്കുന്നത്? നിങ്ങളാരെങ്കിലും തമാശ പറഞ്ഞ് ചിരിപ്പിക്കാറുണ്ടോ? ഉണ്ടോ? അപ്പോൾ അതിവിടെ നോക്കിക്കോ. തെന്നാലി രാമൻ ആരാണ്? തെന്നാലി രാമനും അതുപോലെ ബീർബൽ, അവർ രണ്ടുപേരും ഒരേ സ്വഭാവം. എങ്ങനെയാണ്? അവർ സന്തോഷിക്കും. അവർ മാത്രമല്ല എപ്പോഴും സന്തോഷിച്ച് നടക്കും. അവർ മാത്രമല്ല ബാക്കിയുള്ളവരെ അവർ സന്തോഷിപ്പിക്കും. അത് നമ്മൾ പറഞ്ഞൊരു വേർഡ് എന്തായിരുന്നു? ഹാപ്പി എന്നുള്ള വാക്ക് ചീർഫുൾ. പഠിച്ചോണം കേട്ടോ. CHEERFUL. ഒന്നുകൂടെ പറ, CHEERFUL, ചീർഫുൾ. ഓക്കെ, ഇനി നോക്കാം. ദേ വെർ വെൽ നോൺ ഫോർ ദെയർ ജോക്സ്. അവരെപ്പോഴും അറിയപ്പെടുന്നത് അവരുടെ ഈ തമാശകളാണ്. ജോക്ക് എന്ന് പറഞ്ഞാൽ ജോക്കർ ആരാ? ജോക്കർ എന്ന് കണ്ടിട്ടുണ്ടോ? ജോക്കർ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ വെച്ച് ഇവിടെ ഒരു സാധനം ഫിറ്റ് ചെയ്ത്
തലയിൽ തൊപ്പിയൊക്കെ വെച്ച് കണ്ടിട്ടില്ലേ ജോക്കർ, കണ്ടിട്ടില്ലേ നിങ്ങൾ ജോക്കറിനെ? അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും അല്ലേ? ജോക്കർ അതാണ് ജോക്സ്. ഇങ്ങനെ ഓരോരോ തമാശകളൊക്കെ കാണിച്ച് ആൾക്കാർ ചിരിപ്പിക്കുന്ന അല്ലേ? ആ ഒരു രീതിക്കാരാണ് ആരൊക്കെയാണ് അങ്ങനെ തമാശ കാണിക്കുന്നത്? ഈ ജോക്കർ ആരാ? ഇവിടെ ജോക്സ് കാണിക്കുന്ന ആരൊക്കെയാണ്? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആരൊക്കെയാണ് അത്? തെന്നാലി രാമനും ബീർബലും. ഓർത്തോണം, പേര് മറന്നുപോലെ, തെന്നാലി രാമ ആൻഡ് ബീർബൽ. ഇനി അവർ എങ്ങനെ ദേവർ വെൽ നോൺ എന്ന് പറഞ്ഞാൽ എന്താ? വെൽ നോൺ, ആ വാക്ക് നോക്കി, വെൽ നോൺ. കണ്ടോ ഈ വാക്ക് വെൽ നോൺ, കണ്ടോ? ഈ അണ്ടർലൈൻ ചെയ്ത വാക്ക് നിങ്ങൾ നോട്ട് ചെയ്തോണം. നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, ടെക്സ്റ്റ് തുറന്ന് വെച്ച് നോക്കണം. ആ വാക്ക് കണ്ടുപിടിക്കുക. വെൽ നോൺ, അറിയപ്പെടുന്ന, ഏറ്റവും അറിയപ്പെടുന്ന ആൾ, അതാണ് വെൽ നോൺ ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ആ വാക്ക് ഒന്ന് എഴുതുക. അപ്പോൾ ഒന്നാമത്തെ വാക്ക് ചീർഫുൾ, ആ വാക്ക് എഴുതി പഠിക്കണം 5 പ്രാവശ്യം. അത് രണ്ടാമത്തെ വാക്ക് വെൽ നോൺ കേട്ടോ, വെൽ നോൺ, ഏറ്റവും അറിയപ്പെടുന്ന, ആ വാക്കും എഴുതി പഠിക്കണം 5 പ്രാവശ്യം കേട്ടോ. എങ്കിലും നിങ്ങൾ വാക്ക് പഠിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ശരിയാകത്തില്ല. കുറച്ച് കാര്യങ്ങൾ പഠിച്ചെങ്കിൽ നമുക്ക് പറ്റൂ കേട്ടോ. ദേ വെർ വെൽ നോൺ ഫോർ ദെയർ ജോക്സ്. അവരെ എപ്പോഴും അറിയപ്പെടുന്ന എന്തിനാണ്? അവരുടെ ആ തമാശകളുടെ കാര്യത്തിലാണ് അവരെ ഫേമസ് ആണ്. മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞല്ലേ ഭയങ്കര ഫേമസ്, അറിയപ്പെടുന്ന ഒരാളാണ്. അതാണ് ഇവർ രണ്ടുപേരും അങ്ങനെ അറിയപ്പെടുന്ന ഫേമസ് ആളുകളാണ്. എല്ലാവർക്കും അറിയാം, സാധാരണ എല്ലാ പിള്ളേർക്കും അത് പഠിക്കുന്ന കഥയാണ് കേട്ടോ. നോക്കിയോ. ഇനി ബീർബൽ ആരാണ്? ബീർബൽ വാസ് എ മിനിസ്റ്റർ, ആ വാക്ക് എടുത്തോണേ. ബീർബൽ വാസ് എ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാ? മന്ത്രി അല്ലേ? രാജാവ് മന്ത്രി കേട്ടിട്ടില്ലേ? മുഖ്യമന്ത്രി എന്ന് കേട്ടിട്ടുണ്ടോ? ചീഫ് മിനിസ്റ്റർ. നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആരാ? ഇപ്പോഴത്തെ അറിയാം അല്ലേ? പിണറായി വിജയൻ അല്ലേ? അപ്പം ചീഫ് മിനിസ്റ്റർ, അത് മുഖ്യമന്ത്രി. അപ്പം മന്ത്രി എന്ന് പറഞ്ഞാൽ ആരാ? മിനിസ്റ്റർ. ആ വാക്ക് പഠിച്ചോണം, മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ മന്ത്രി. അന്നത്തെ കാലത്ത്, പഴയ കാലത്താണ് കേട്ടോ, അന്ന് രാജാക്കന്മാരുണ്ട്. രാജാവിൻ്റെ കൂടെ അവിടെ ഒരു മന്ത്രി കാണും, രാജാവിന് ഉപദേശമൊക്കെ പറഞ്ഞു കൊടുക്കാൻ. മന്ത്രി കൂടാതെ പിന്നെ കുറേ ആളുകളും രാജാവിൻ്റെ കൊട്ടാരത്തിലുണ്ട് കേട്ടോ, അത് ഓർത്താൽ മതി. അപ്പോൾ ബീർബൽ ആരാണ്? ഒരു മന്ത്രിയാണ് കേട്ടോ, രാജാവിൻ്റെ മന്ത്രി. ഏത് രാജാവിൻ്റെ? നോക്കിക്കോ. ബീർബൽ വാസ് എ മിനിസ്റ്റർ ഇൻ ദ കോർട്ട് ഓഫ് എംപറർ അക്ബർ കേട്ടോ. കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ രാജകൊട്ടാരം കേട്ടോ. കോർട്ട് ഓഫ് എംപറർ അക്ബർ. അക്ബർ ചക്രവർത്തി. എംപറർ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി, അതായത് രാജാവ് കേട്ടോ. ആ വാക്കൊന്ന് പഠിച്ചോണേ. അപ്പോൾ നിങ്ങളിനി 4ാമത്തെ വാക്ക് ഇതാണ്, എംപറർ. പഠിച്ചോണം, എംപറർ. EMPEROR. എൻ്റെ കൂടെ പറയണം, എംപറർ കേട്ടോ. ചക്രവർത്തി അല്ലെങ്കിൽ രാജാവ് എന്നാണ് മീനിങ് കേട്ടോ. എംപറർ അക്ബർ കേട്ടിട്ടുണ്ട്? അക്ബർ ചക്രവർത്തി, അക്ബർ എന്ന് പറഞ്ഞ രാജാവുണ്ട് കേട്ടോ. അപ്പോൾ ആ രാജാവിൻ്റെ മന്ത്രിയാണ് ആര്? തെന്നാലി രാമനോ? അല്ല, ബീർബൽ. മനസ്സിലായില്ലേ? ബീർബലിൻ്റെ കാര്യം എപ്പോഴും പറഞ്ഞേ, തെന്നാലി രാമൻ്റെ കാര്യം പറയാം കേട്ടോ. ബീർബൽ ആരാന്ന് പറഞ്ഞേ? പുള്ളി ജോക്ക്, ഇങ്ങനെ തമാശയൊക്കെ പറയുന്ന ആളാണ്, അത് മനസ്സിലായി. അതല്ല ചോദിച്ചേ. ബീർബൽ ആരാ? ഒരു മിനിസ്റ്ററാണ്. എവിടെ? മന്ത്രിയാണ്. എവിടുത്തെ? അക്ബർ എന്ന് പറഞ്ഞ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു മന്ത്രിയാണ്. ആര്? ബീർബൽ. മറന്നുപോകരുത്, തിരിഞ്ഞു പോകരുത് കേട്ടോ. അക്ബർ എന്ന് പറഞ്ഞ രാജാവിൻ്റെ, അല്ലെങ്കിൽ അക്ബർ എന്ന് പറഞ്ഞ ചക്രവർത്തി, എംപററിൻ്റെ കൊട്ടാരത്തിലെ അല്ലെങ്കിൽ രാജകൊട്ടാരത്തിലെ ആരാണ്? മന്ത്രിയാണ്. ആര്? ബീർബൽ. ഇനി മറന്നുപോകല്ലേ കേട്ടോ, ഓർത്ത് വെച്ചോണം. അപ്പം നമ്മുടെ കഥയിൽ ബീർബലിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ കഥയെക്കുറിച്ച് ഇപ്പോൾ പറയുന്ന ആരെക്കുറിച്ചാണ്? തെന്നാലി രാമനെ കുറിച്ചാണ് നമുക്ക് കഥ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ബീർബൽ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അക്ബർ എന്ന് പറഞ്ഞൊരു രാജാവുണ്ട്. ആ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു മന്ത്രിയാണ്, അല്ലെങ്കിൽ ഒരു മിനിസ്റ്ററാണ്. ആര്? ബീർബൽ അല്ലേ? ഓക്കെ, ഇനി നോക്കാം. തെന്നാലി രാമ വാസ് എ തെലുങ്ക് പോയറ്റ്. അപ്പോൾ തെന്നാലി രാമൻ ആരാന്ന് പറഞ്ഞില്ല. ആരാ പുള്ളി? നോക്കിക്കോണം. തെന്നാലി രാമ വാസ് എ തെലുങ്ക് പോയറ്റ്. കണ്ടോ? തെലുങ്ക് പോയറ്റ്. അപ്പം നിങ്ങൾ ഈ പോയറ്റ് എന്നുള്ള വാക്ക് പഠിക്കണം. POET. കണ്ടോ? താഴെ കണ്ടോ നിങ്ങൾ? പോയറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? പോയറ്റ് കേട്ടിട്ടുണ്ടോ? പോയറ്റ്. കവി എന്ന് കേട്ടിട്ടുണ്ടോ? ആരാ കവി? എന്ന് പറഞ്ഞാൽ കവിത എഴുതുന്ന ആൾ കേട്ടോ. കവിതയൊക്കെ എഴുതത്തില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? കവിതകളൊക്കെ, പല കവിതകളൊക്കെ എഴുതി ഇങ്ങനെ, അതാണ് ആ കവിത എഴുതുന്ന ആരാ? അതാണ് പോയറ്റ്. അപ്പം തെലുങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? തെലുങ്ക് ഒരു ഭാഷയാണ് അല്ലേ? നമുക്ക് മലയാളം അറിയാം, മലയാളമുണ്ട് ഇവിടെ കേരളത്തിൽ അല്ലേ? തമിഴ്നാട്ടിൽ ചെന്ന് അവിടെ എന്തോ പറയുന്നത്? തമിഴ് ഭാഷ പറയും അല്ലേ? അതുപോലെ തെലുങ്ക് എന്ന് പറഞ്ഞ ഭാഷയുണ്ട്, കേട്ടിട്ടുണ്ട് തെലുങ്ക്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ആരാണ് തെന്നാലി രാമൻ? തെന്നാലി രാമ വാസ് എ തെലുങ്ക് പോയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കവിയാണ്, പക്ഷേ പുള്ളി എപ്പോഴും തെലുങ്കിലാണ് കവിത എഴുതുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ തെലുങ്ക് പോയറ്റാണ് കേട്ടോ, മറന്നുപോകല്ല. അപ്പം ബീർബൽ ആരാന്ന് ഞാൻ പറഞ്ഞേ? ബീർബൽ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ ഒരു മന്ത്രിയാണ്. അത്ര അറിഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ സംഭവം. നമ്മുടെ തെന്നാലി രാമൻ ആരാന്ന് പറഞ്ഞേ? പുള്ളി
ഒരു തെലുങ്ക് പോയിട്ടാണ്. എന്തോ പോയിട്ടാണ്? തെലുങ്ക് ഭാഷയിൽ കവിത എഴുതുന്ന ഒരു കവിയാണ് അല്ലെങ്കിൽ പോയിട്ടാണ് ആര്? തെന്നാലി രാമൻ. മറന്നു പോരുത്, കൺഫ്യൂഷൻ വരല്. ഇപ്പം ഇത്രയും വാക്കുകൾ നോട്ട് ചെയ്തോണം. അത് നിങ്ങൾ 5 പ്രാവശ്യം എഴുതി പഠിക്കണം. അതെനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരുവും വേണം. അതാണ് നിങ്ങളുടെ ജോലി കേട്ടോ. അത് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂ. ഓക്കെ, ഇനി അങ്ങനെ നമ്മൾ മുന്നോട്ട് പഠിക്കും തോറും കുറച്ച് വർക്ക് ഞാൻ തരും. അത് നിങ്ങൾ ചെയ്ത് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരണം കേട്ടോ, മറക്കരുത്. എങ്കിലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നോക്കാം. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഹി വാസ് എ മെമ്പർ ഓഫ് ദ കോർട്ട് ഓഫ് കിങ് കൃഷ്ണദേവരയ്യ കേട്ടോ. ഇനി അടുത്തൊരു സംഭവം നമ്മൾ പറയാൻ പോവുകയാണ്. ഇനി നമ്മൾ പറയുന്നത് ഹി വാസ് എ മെമ്പർ. ആരാണ്? തെന്നാലി രാമൻ ആരാന്ന് നമ്മൾ പറഞ്ഞു? ഒരു പോയറ്റാന്ന് പറഞ്ഞു. തെലുങ്ക് പോയറ്റാണ്, തെലുങ്ക് കവിയാണ്. അത് മാത്രമല്ല, പുള്ളി എങ്ങനെയാണ്? ഹി വാസ് എ മെമ്പർ ഓഫ് ദ കോർട്ട്. മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? മെമ്പർ ഒരു അംഗമാണ് അല്ലേ? മെമ്പർ. ഇതിൻ്റെ മെമ്പർ ഓഫ് ദ കോർട്ട് ഓഫ് കിങ് കൃഷ്ണദേവരയ്യ, അതാണ് ആ രാജാവിൻ്റെ പേര്. അപ്പം നമ്മുടെ തെന്നാലി രാമൻ താമസിക്കുന്ന അല്ലെങ്കിൽ തെന്നാലി രാമനുള്ള ഉൾപ്പെട്ടിരിക്കുന്ന കൊട്ടാരം അല്ലെങ്കിൽ രാജകൊട്ടാരം എവിടെയാണ്? ആ രാജകൊട്ടാരത്തിലെ രാജാവ് ആരാണ്? തെന്നാലി രാമൻ്റെ രാജാവ് ആരാണ്? കൃഷ്ണദേവരയ്യ. കൃഷ്ണദേവരയ്യ അതാണ് പേര് കേട്ടോ. ഒന്നോടെ കേട്ടോ, കൃഷ്ണദേവരയ്യ. അതാണ്ടേ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് കൃഷ്ണദേവരയ്യ കണ്ടോ. ഇതാണ് രാജാവിൻ്റെ പേര്. അത് നിങ്ങൾ എഴുതി പഠിക്കണ്ട. ആ വാക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. ആ പേര് മറന്നു പോകില്ല. ഞാൻ ചോദിക്കും അന്നേരം പറയണം കേട്ടോ. അപ്പോൾ 2 രാജാക്കന്മാരെക്കുറിച്ച് നമ്മൾ പഠിച്ചു. 2 രാജാക്കന്മാരുണ്ട്, കിങ്സ് ഉണ്ട്. ആരൊക്കെയായിരുന്നു? ഒന്ന് അക്ബർ. അക്ബറിൻ്റെ കൂടെയുള്ള ആരാ? ബീർബൽ അല്ലേ? ബീർബൽ എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കൃഷ്ണദേവരയ്യ എന്ന് പറഞ്ഞ രാജാവിൻ്റെ കൂടെയുള്ളത് ആരാ നമ്മൾ പറഞ്ഞേ? മറക്കല്ലേ, അതേ പറഞ്ഞ മറക്കല്ലേ. തെന്നാലി രാമൻ കേട്ടോ, മറക്കല്ലേ. തെന്നാലി രാമനാണ് ഇവിടുത്തെ കൃഷ്ണദേവരയ്യ എന്ന് പറഞ്ഞ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരാളാണ്, ഒരു അംഗമാണ്. ആര്? തെന്നാലി രാമൻ. ഓക്കെ, ഇനി നോക്കി. ഇനിയാണ് നമ്മൾ കഥ തുടങ്ങാൻ പോവാണേ. നിങ്ങൾ ടെക്സ്റ്റും കൂടെ തുറന്ന് നോക്കിയോ. സ്ക്രീനിൽ ചെറുതായിട്ടായിരിക്കും കാണുന്നത്, അതുകൊണ്ട് ടെക്സ്റ്റും കൂടെ തുറന്ന് നോക്കുന്നതാണ് നല്ലത്. ഓക്കെ, ടെക്സ്റ്റ് നിങ്ങൾ വായിക്കണം. ഈ ടെക്സ്റ്റ് നിങ്ങൾ വായിക്കാതെ ഒരു രക്ഷയില്ല, വായിച്ചേ പറ്റൂ. ഞാൻ ചോദിക്കും, വായിച്ച് കേൾപ്പിക്കണം എന്നെ. ഒരു പേജ് നിങ്ങൾ വായിച്ച് കേൾപ്പിക്കണം എന്നെ, നിർബന്ധമാണ് കേട്ടോ. നിങ്ങൾ വായിക്കാതെ ഒരു രക്ഷയില്ല, ടെക്സ്റ്റ് വായിച്ചേ പറ്റൂ. ഓക്കെ, വൺ ഡേ, ഒരു ദിവസം, തെന്നാലി രാമ സോ എ പിക്ചർ ഇൻ ദ കിങ്സ് പാലസ്. തെന്നാലി രാമൻ എന്ത് കണ്ടു? ഒരു പിക്ചർ കണ്ടു. എവിടെ? ആ രാജകൊട്ടാരത്തിൽ. കിങ്സ് പാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാജകൊട്ടാരം, രാജാവിൻ്റെ കൊട്ടാരം. പാലസ് എന്ന് പറഞ്ഞാൽ കൊട്ടാരമാണേ. അപ്പം നിങ്ങളിപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ വാക്ക് നിങ്ങൾ ഇന്നത്തെ തന്നെ എഴുതി കാണിച്ചാൽ മതി. ബാക്കി വാക്കുകൾ നമ്മൾ അടുത്ത ദിവസം എഴുതാം. എല്ലാം കൂടെ ഒരുമിച്ച് നിങ്ങൾ എഴുതി ബുദ്ധിമുട്ടണ്ട. ഇപ്പം ഞാൻ പറഞ്ഞ അത്രയും വാക്കുകൾ, ഞാൻ കാണിച്ച അത്രയും വാക്ക്, ഞാൻ മുമ്പ് കണ്ടില്ലേ? അത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ബാക്കിലോട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കി അത് കാണാം. ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ. ഇനി അങ്ങോട്ടുള്ള വാക്കുകൾ ഞാൻ പുറകെ തരാം, പിന്നെ തരാം. എല്ലാം കൂടെ ഒരുമിച്ച് നിങ്ങൾ ഒരു ദിവസം എഴുതണ്ട. ഇപ്പോൾ ഒരു 3-4-5-6 വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയും നിങ്ങൾ ഒരു 5 പ്രാവശ്യം എഴുതിയാൽ മതി കാണിക്കാൻ കേട്ടോ. അതാണ് നിങ്ങളുടെ ജോലി. അത് മാത്രമല്ല, നിങ്ങളൊന്ന് വായിക്കണം. ഒരു പേജ് നിങ്ങൾ വായിച്ചൊന്ന് ഒന്ന് എന്നെ കേൾപ്പിക്കണം കേട്ടോ. ഓക്കെ, വൺ ഡേ, ഒരു ദിവസം, തെന്നാലി രാമ സോ എ പിക്ചർ ഇൻ ദ കിങ്സ് പാലസ്. രാജാവിൻ്റെ കൊട്ടാരത്തിലൊരു ഒരു ചിത്രം, പടം വരച്ച് തൂക്കിയിട്ടേക്കുന്നത് കണ്ടു. ഇറ്റ് വാസ് ഹാങ്ങിങ് ഓൺ എ വാൾ. ആ പടം എവിടെയാണ്? ഹാങ്ങിങ് എന്ന് പറഞ്ഞാൽ എന്താ? തൂക്കിയിട്ടേക്കോ. എവിടെ? വാൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഭിത്തിയിൽ ഇങ്ങനെ അത് തൂക്കിയിട്ടേക്കുമായിരുന്നു. മനസ്സിലായില്ലേ? ഭിത്തിയിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കുമായിരുന്നു ആ ഒരു പടം, ഏതൊരു പിക്ചറാണ് വരച്ച് വെച്ചേക്കുന്നത്. ഹി ഡിഡ് നോട്ട് ലൈക്ക് ദാറ്റ് പിക്ചർ. പക്ഷേ തെന്നാലി രാമൻ ആ പടം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, ആ പിക്ചർ ഇഷ്ടപ്പെട്ടില്ല, ആ ചിത്രം തെന്നാലി രാമൻ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം എന്തോ ചെയ്തു പുള്ളി? സോ ഹി ടുക്ക് എ ബ്രഷ് ആൻഡ് പെയിൻറ്റഡ് ഓവർ ഇറ്റ്. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തെന്ന് അറിയോ? ഒരു ബ്രഷിങ് ഇട്ടെടുത്തു. ഇതുപോലെ ഒരു ബ്രഷ് എടുത്തു. ഈ ബ്രഷിങ് എടുത്തിട്ട് അവിടെ അതിൻ്റെ പുറത്തോടെ അങ്ങ് പെയിൻറ്റ് ചെയ്തു. എവിടെ? സോ ഹി ടുക്ക് എ ബ്രഷ് ആൻഡ് പെയിൻറ്റഡ് ഓവർ ഇറ്റ്. അതായത് ആ ചിത്രം വരച്ച് വെച്ചേക്കുന്ന അടിപൊളി മനോഹരമായ ചിത്രത്തിൻ്റെ പുറത്തോടെ ഈ ബ്രഷ് വെച്ച് പുള്ളി ഏതാണ്ടൊക്കെ വരച്ച് വെച്ച് വൃത്തികേടാക്കി. വെൻ ദ കിങ് സോ വാട്ട് ഹാഡ് ഹാപ്പൻ. അപ്പോൾ രാജാവ് ഇത് കണ്ടുപിടിച്ചു. ഈ സംഭവിച്ച് കണ്ടപ്പോൾ രാജാവ് ഇത് കണ്ടപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നോക്കിയാൽ, ഹി ബിക്കെയിം വെരി ആംഗ്രി. ഇത് കണ്ടപ്പോൾ രാജാവിന് അങ്ങ് അരിശം വന്നു, ദേഷ്യം വന്നു. ആംഗ്രി ANGRY ആംഗ്രി. കണ്ടോ ആ വാക്ക്? കണ്ടോ? അത് നിങ്ങൾ അടുത്ത ദിവസം എഴുതിയാൽ മതിയേ. എല്ലാം കൂടെ ഒറ്റ ദിവസം എഴുതണ്ട. ഈ വാക്ക് നോട്ട് ചെയ്തോ. പക്ഷേ ഈ വാക്ക് നിങ്ങൾ പഠിക്കണം. ആംഗ്രി, ANGRY. അറിയായിരിക്കും, അറിയാത്ത വാക്കൊന്നുമല്ല, പുതിയ വാക്കല്ല. ആംഗ്രി, ദേഷ്യപ്പെടുക. അപ്പോൾ രാജാവ് ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. ഈ തെന്നാലി രാമൻ എന്തോ കാണിച്ച് ബ്രഷ് കൊണ്ടുവന്നിട്ട് നല്ലൊരു പടത്തെ കുത്തി വരച്ച് വെച്ച്. നിങ്ങൾക്കാണെങ്കിൽ ഇഷ്ടപ്പെടുമോ? നിങ്ങൾ ഇത് കുത്തിയിരുന്ന് പടം വരയ്ക്കും ബുക്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ പടം വരച്ച് വെച്ചേക്കുക. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് അത് മൊത്തം വലിച്ചു കീറി കളയോ അല്ലെങ്കിൽ വെട്ടിക്കളയോ അതേ കുത്തി വരയ്ക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. അതുപോലെയാണ്. അപ്പം രാജാവ് നോക്കിയപ്പോൾ അത് വലിയ കാര്യമായിട്ട് രാജാവ് എന്നും കാണുന്ന ഒരു പിക്ചറാണ് അത്.
മനസ്സിലായില്ലേ? അതിങ്ങനെ ഭിത്തിയെ തൂക്കിയിട്ടേക്കുക. അപ്പോൾ അങ്ങനെ യാദൃശ്യമായിട്ട് ആ രാജാവ് നോക്കിയപ്പോൾ കണ്ട അതേൽ ബ്രഷ് വെച്ച് ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്നു. നോക്കിയപ്പോൾ ആരാ ചെയ്തേ? തെന്നാലിരാമൻ കാണിച്ച വേലയാണ്. അയാൾക്ക് പാട് ഇഷ്ടമല്ലായിരുന്നു തെന്നാലിരാമന്, മനസ്സിലായില്ല. അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നറിയോ? ബ്രഷ് എടുത്തിട്ട് അതിന് കുറേ വരയൊക്കെ വരച്ച് വെച്ചു. എനിക്ക് തോന്നുന്നത് എന്തെല്ലാം വല്ല മീശ വല്ല വരച്ചായിരിക്കും. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ആളുടെ മുഖത്ത് അങ്ങനെ വല്ല മീശയോ വല്ല വരച്ച് വെച്ചായിരിക്കും. അതായിരിക്കും കാണിച്ചു വെച്ചേ, അറിയത്തില്ല നമുക്ക്. എന്താ വൃത്തികേടാക്കി കുളമാക്കി കളഞ്ഞു. വരണം നോക്കിയോ രാജാവ് എന്താ ചെയ്യുന്നറിയോ? ഹി ഷൗട്ടഡ് അറ്റ് തെന്നാലിരാമൻ. ഷൗട്ടഡ്, ആ വാക്ക് നോക്കിക്കോണം, ഷൗട്ടഡ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നിങ്ങൾ ഒരു ദിവസം എഴുതി കാണിക്കേണ്ട, നിങ്ങൾക്ക് സാവകാശമുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ ലിസ്റ്റ് നിങ്ങൾ ആദ്യ ദിവസം എഴുതി കാണിച്ചാൽ മതി. ഇപ്പം നമ്മൾ ഇനി പറയുന്ന വാക്കെല്ലാം അങ്ങോട്ട് ആംഗ്രി മുതലുള്ള വാക്കുകൾ, ആംഗ്രി, ഷൗട്ടഡ്, ഈ വാക്കൊക്കെ നിങ്ങൾ അടുത്ത ദിവസം 5 പ്രാവശ്യം എഴുതി കാണിച്ചാൽ മതി. സമയമുണ്ട്, സാവകാശമുണ്ട് കേട്ടോ. ഷൗട്ടഡ് എന്ന് പറഞ്ഞാൽ എന്തോ? ഷൗട്ടഡ് ഒച്ച വെക്കുക, ബഹളം വെക്കുക അല്ലേ, അതാണ്. ഹി ഷൗട്ടഡ് അറ്റ് തെന്നാലിരാമൻ. തെന്നാലിരാമൻ അങ്ങ് ബഹളം വെച്ചു, ഒച്ചപ്പെട്ട് രാജാവ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് വന്നു. യു ഹാവ് സ്പോയിൽഡ് ദിസ് പിക്ചർ. നീ എന്തോ ചെയ്തേ? ഈ പിക്ചർ മൊത്തം നീ സ്പോയിൽ ചെയ്തു. സ്പോയിൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്പോയിൽഡ് എന്ന് പറഞ്ഞാൽ അഴുക്കാക്കി അല്ലെങ്കിൽ വൃത്തികേടാക്കി അല്ലേ. പക്ഷേ നീ എന്തോ ഈ കാണിച്ചേ? നല്ലൊരു പിക്ചറായിരുന്നു, അത് നീ മൊത്തം വൃത്തികേടാക്കി കളഞ്ഞു. എന്തോ പരിപാടി നീ കാണിച്ചത് എന്നാണ് രാജാവ് ചോദിക്കുന്നത്. രാജാവ് അങ്ങ് ദേഷ്യപ്പെട്ട് ചൂടായി നിൽക്കുക, അരിച്ചപ്പെട്ട്, മനസ്സിലായില്ലേ? യു ഹാവ് സ്പോയിൽഡ് ദിസ് പിക്ചർ. എന്ത് കഷ്ടമാണെന്ന് നോക്ക്. കഷ്ടപ്പെട്ട് ആൾക്കാർ പടം വരച്ച് വെച്ചേക്കുന്ന സാധനം നീ വൃത്തികേടാക്കി. സ്പോയിൽഡ്, ആ വാക്ക് പഠിച്ചോണം. സ്പോയിൽഡ്, SPOILED, സ്പോയിൽഡ്. അപ്പോൾ ആ വാക്ക് നിങ്ങൾ പഠിക്കണം. അത് അടുത്ത ദിവസം മതി. ഇന്നത്തെ ആ വാക്ക് എഴുതി പഠിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഈ 2-3 വാക്ക് നിങ്ങൾ അടുത്ത ദിവസം മതി. കുറേശ്ശെ പഠിച്ചാൽ മതി. എല്ലാം കൂടെ ഒറ്റ ദിവസം എഴുതി ബുദ്ധിമുട്ടുണ്ട. ഓക്കെ, പക്ഷേ എഴുതി കാണിക്കണം. അടുത്ത സവാശമുണ്ട്, 2 ദിവസമൊക്കെ ഉണ്ട് സമയം കേട്ടോ. ദെൻ യു ഹാവ് സ്പോയിൽഡ് ദിസ് പിക്ചർ. നീ ഈ പടം വൃത്തികേടാക്കി കളഞ്ഞു. ഇത് കഷ്ടമാണെന്ന് നോക്ക്. ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. ഇറങ്ങിപ്പോ വേഗം. ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ, ഇറങ്ങിപ്പോവാൻ. ആൻഡ് ഡോണ്ട് ഷോ മീ യുവർ ഫേസ് ഫോർ എ വീക്ക്. ഒരാഴ്ചത്തേന് നിൻ്റെ മുഖം നീ എന്നെ കാണിക്കരുത് എന്ന് വെച്ചാൽ രാജാവ് പറഞ്ഞു, ഇനി നീ ഒരാഴ്ചത്തേക്ക് ഇവിടെ വരണ്ട, എന്നെ കണ്ടുപോരുത്, അതെ നിൻ്റെ മുഖം എന്നെ കാണിക്കരുത്, നിൻ്റെ മുഖം എനിക്ക് കാണണ്ട ഒരാഴ്ചത്തേന്. കേട്ടോ പറഞ്ഞത്? നിൻ്റെ മുഖം എനിക്ക് കാണണ്ട ഒരാഴ്ചത്തേന് എന്നാണ് ആര് പറഞ്ഞത്? രാജാവ് പറഞ്ഞത്. ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ, മനസ്സിലായില്ലേ? ഇവിടുന്ന് പുറത്ത് പോകാനാണ് പറഞ്ഞത്. അങ്ങനെയാണ് ആര് പറഞ്ഞത്? രാജാവ് ആരോട് പറഞ്ഞത്? തെന്നാലിരാമനോട്. ഏത് രാജാവായിരുന്നു? കൃഷ്ണദേവരയ്യ അല്ലേ? കൃഷ്ണദേവരയ്യ അല്ലേ? അതാ രാജാവിൻ്റെ പേര്, മറക്കല്ലേ. നമ്മുടെ അക്ബർ, ബീർബൽ, ആ കാര്യമൊക്കെ നമ്മൾ വിട്ടു. നമ്മുടെ കഥ തെന്നാലിരാമൻ്റെ കഥയാണ്. തെന്നാലിരാമൻ്റെ രാജാവ് ആരാണ്? കൃഷ്ണദേവരയ്യ എന്ന് പറഞ്ഞ രാജാവാണ് കേട്ടോ, അത് മറക്കല്ലേ. അക്ബറിൻ്റെ ബീർബലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അത് വേറെ കഥയാണ്, അത് നമുക്ക് ഇവിടെ പഠിക്കാനില്ല കേട്ടോ. അത് നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അക്ബർ എന്ന് പറയുന്ന രാജാവുണ്ട്, ആ രാജാവിൻ്റെ കൊട്ടാരത്തിലൊരു മന്ത്രിയുണ്ട്, അതാണ് ആര്? ഞാൻ പറഞ്ഞില്ലേ, ബീർബൽ. അത് വേറെ കഥയാണ്, അത് നമുക്ക് ഇവിടെ പഠിക്കാനില്ല. നമുക്കിപ്പോൾ പഠിക്കേണ്ടത് തെന്നാലിരാമൻ്റെ കഥയാണ്. തെന്നാലിരാമൻ്റെ രാജാവ് കേട്ടോ. തെന്നാലിരാമൻ്റെ രാജാവ് ആരാണ്? കൃഷ്ണദേവരയ്യ. ഓക്കെ, രാജാവ് എന്താ പറഞ്ഞപ്പം? രാജാവ് പറഞ്ഞു, നീ പടം വൃത്തികേടാക്കി, അതുകൊണ്ട് നീ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. ഇവിടുന്ന് ഇറങ്ങിപ്പോകണം, ഇനി മേലെ ഇവിടെ വന്നേക്കല്ലേ. ആൻഡ് ഡോണ്ട് ഷോ മീ യുവർ ഫേസ് ഫോർ എ വീക്ക്. ഒരാഴ്ചത്തേന് നീ നിൻ്റെ മുഖം എന്നെ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ദെൻ എന്ത് പറഞ്ഞു? തെന്നാലിരാമ വെൻ്റ് അവേ. അങ്ങോട്ട് പോയി സ്ഥലം വിട്ടു വിടുന്ന. നോക്കിയോ, ഇനി അടുത്ത ഭാഗം. ദ നെക്സ്റ്റ് മോർണിംഗ് ദ കിങ് വാസ് സിറ്റിംഗ് ഓൺ ഹിസ് ത്രോൺ. അടുത്ത പ്രഭാതത്തിൽ എന്താണ്? ദ കിങ് വാസ് സിറ്റിംഗ് ഓൺ ഹിസ് ത്രോൺ. രാജാവ് ഇവിടെ ഇരിക്കുകയാണ്. ത്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? ത്രോൺ, THRONE. ത്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഹാസനം അല്ലേ? രാജാവ് ഇരിക്കുന്ന കസേരയാണ്, വലിയ കസേര, അതാണ് എന്താണ്? സിംഹാസനം. THRONE, ത്രോൺ. ആ വാക്കും പഠിച്ചോണം, അതും അടുത്ത ദിവസം മതി, ഇത് കാണിക്കണ്ട. ഓക്കെ, ദ നെക്സ്റ്റ് മോർണിംഗ് ദ കിങ് വാസ് സിറ്റിംഗ് ഓൺ ഹിസ് ത്രോൺ. രാജാവ് അടുത്ത ദിവസം എവിടെയായിരുന്നു? രാജകൊട്ടാരത്തിൽ ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെയല്ലേ രാജാവ് എവിടെ ഇരിക്കുന്നത്? സിംഹാസനത്തിൽ, രാജകൊട്ടാരത്തിൽ. ഓക്കെ, ദ മിനിസ്റ്റേഴ്സ് ഓൾസോ സാറ്റ് ഇൻ ദെയർ പ്ലേസസ്. മിനിസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു മുമ്പേ വാക്ക്. മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? മന്ത്രി അല്ലേ? അവിടെയുള്ള മന്ത്രിമാരൊക്കെ എവിടെ ഇരിക്കുകയാണ്? അവരവർക്ക് ഇരിക്കാനുള്ള പ്ലേസ് ഉണ്ട് രാജകൊട്ടാരത്തിൽ. രാജകൊട്ടാരത്തിൽ ആരൊക്കെ ഇരിക്കുന്നത്? രാജാവ് മാത്രമല്ല, രാജാവിന് കസേരയുണ്ട്, സിംഹാസനമുണ്ട്, ഉണ്ടല്ലോ നിങ്ങൾ ഈ പിക്ചർ കാണുന്ന പോലെ തന്നെ. സിംഹാസനമുണ്ട്. അപ്പം തന്നെ അവിടെ വേറെ കസേരകളുണ്ട്. ആർക്കിരിക്കാനാണ്? രാജകൊട്ടാരത്തിലെ മന്ത്രിമാർക്ക്. ഓക്കെ, ദ മിനിസ്റ്റേഴ്സ് ഓൾസോ സാറ്റ് ഇൻ ദെയർ പ്ലേസസ്. അവരവരുടെ സീറ്റിലിരിക്കുകയാണ്. ദെൻ ദേ സോ എ സ്ട്രേഞ്ച് മാൻ കമ്മിങ് ഇൻ. അവർ നോക്കിയപ്പോൾ ഒരു വിചിത്രമായൊരു മനുഷ്യൻ കയറി വരികയാണ്. സ്ട്രേഞ്ച് മാൻ, അപരിചിതൻ എന്നൊക്കെ പറയും. സ്ട്രേഞ്ച് എന്ന് വാക്ക് കേട്ടിട്ടുണ്ടോ? സ്ട്രേഞ്ച്, നമ്മളെങ്കിലും കണ്ടിട്ടില്ലാത്ത, നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ കയറി വരുന്നു. സ്ട്രേഞ്ച് മാൻ,
വിചിത്രമായ മനുഷ്യൻ, നമ്മളിതുവരെ കാണാത്തൊരു വിചിത്ര രൂപമാണ് കേട്ടോ. ദ സ്ട്രേഞ്ച് മാൻ. ദെൻ ദേ സോ എ സ്ട്രേഞ്ച് മാൻ കമ്മിങ് ഇൻ. ഹി ഹാഡ് കവേർഡ് ഹിസ് ഹെഡ് ആൻഡ് ഫേസ് വിത്ത് എ മഡ് പോട്ട്. അപ്പോൾ എന്താണ്, ഒരു വിചിത്ര മനുഷ്യൻ, അവരെ രാജാവ് അവിടെ ഇരിക്കുകയാണ് സിംഹാസനത്തിൽ. അപ്പം മന്ത്രിമാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് സൈഡിൽ. അപ്പോൾ നോക്കിയപ്പോൾ ഒരു വിചിത്ര മനുഷ്യൻ അങ്ങോട്ട് കയറി വരുന്നു. എങ്ങനെ ഇരിക്കും കണ്ട, ഹി ഹാഡ് കവേർഡ് ഹിസ് ഹെഡ്. ആ പുള്ളിയുടെ തല ഇങ്ങനെ മറച്ചു വെച്ചേക്കും. എന്തുകൊണ്ട്, തലയും മുഖവും കാണാത്ത രീതിയിൽ മറച്ചു വെച്ചേക്കുവാണ്. ഒരു മഡ് പോട്ട്. മഡ് പോട്ട് എന്ന് പറഞ്ഞത് മഡ് പോട്ട്, MUD മഡ് പോട്ട് എന്ന് പറഞ്ഞാൽ മൺകലം കൊണ്ട് തല ഇങ്ങനെ കവർ ചെയ്ത് വെച്ചുകൊണ്ട് ഒരാൾ കയറി വരികയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു കലം നടന്നു വരുന്ന പോലെ തോന്നും അല്ലേ? എന്താ രസമല്ലേ കാണാൻ? നമ്മുടെ പിക്ചർ കണ്ടോ, നിങ്ങൾ കാണാൻ പറ്റും പിക്ചർ നോക്കി കണ്ടോ. രാജാവ് ഒരാൾ കലം തല വെച്ചുകൊണ്ട് കയറി വരുന്നത് കണ്ടോ? ആ പിക്ചർ നിങ്ങൾ കണ്ടോ? ഓക്കെ, അപ്പോൾ അതാണ്. ആരാണ് വരുന്നത് നോക്കിക്കോണേ. രസം ഈ കഥ നോക്കിക്കോ. ദ പോട്ട് ഹാഡ് 2 holes ത്രൂ വിച്ച് ഹീ കുഡ് സീ. അപ്പം എന്താണ് ഈ പോട്ട്, അതായത് ഈ കലത്തിന് എന്താണ് 2 കിഴുത്തുണ്ട്, 2 ഹോളുണ്ട്. എന്തിനാണ്? ത്രൂ വിച്ച് ഹീ കുഡ് സീ. ആ വന്ന ആൾക്ക്, കലം തല വെച്ചുകൊണ്ട് ഒരാൾ വന്നില്ലേ, ആ പുള്ളിക്ക് കണ്ണ് കാണണ്ടേ, അതിനുവേണ്ടി 2 ഹോള്, 2 കിഴുത്ത് അവിടെ ആ കലത്തിന് ഇട്ടിട്ടുണ്ട്. അതുവഴി ഈ വന്ന ആൾ അയാൾക്ക് കാണാം, രാജാവിനെ കാണാം, രാജകൊട്ടാരത്തിലുള്ള എല്ലാവരും കാണാം. ഓക്കെ, അപ്പോൾ രാജാവ് ചോദിക്കുക, ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ രാജാവ് അന്തം വിട്ടിരിക്കുകയാണ്, അങ്ങ് പേടിച്ച് പറിച്ചെങ്കിൽ. എന്ത് പറ്റി? ഹൂ ആർ യു, നീ ആരാന്ന് ചോദിച്ചു. ഹൂ ആർ യു ദ കിങ് ആസ്ക്ഡ്. പറയടാ, നീ ആരാ നീ ഇത് ചോദിക്കത്തില്ലേ, അതാണ്. അപ്പോൾ ഉടനെ മറുപടി, ഐ ആം തെന്നാലി രാമ മൈ ലോഡ്. ഞാൻ തെന്നാലി രാമനാണ് രാജാവേ, ഞാൻ തെന്നാലി രാമനാണ് എന്ന് മറുപടി. അപ്പോൾ വന്ന ആളാരാണ്? ഈ സ്ട്രേഞ്ച് മാൻ ആരാണ്? തെന്നാലി രാമനാണ്. ആ പുള്ളിയാണ് ഇങ്ങനെ കാലമൊക്കെ കമത്തി വെച്ച്, മൺകലമൊക്കെ കമത്തി വെച്ച് വരുന്നേക്കുന്നത് അല്ലേ. ബട്ട് വൈ ഡു യു ഹാവ് എ പോട്ട് കവറിങ് യുവർ ഹെഡ്. പോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, മറന്നുപോലെ കല, POT ആണ് പോട്ട് അല്ലേ, അങ്ങനെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. ബട്ട് വൈ ഡു യു ഹാവ് എ പോട്ട് കവറിങ് യുവർ ഹെഡ്. പക്ഷേ എന്തിനാണ് നീ തലയിൽ ഈ കലമൊക്കെ കമത്തി വെച്ചുകൊണ്ട് വരുന്നത്? എന്തോ ഇത്, ടേക്ക് ഇറ്റ് അവേ, എടുത്ത് മാറ്റ്. എന്തോ ഇത് ഇങ്ങനെയൊക്കെ വന്നേക്കുന്നത്, ആ കലം എടുത്ത് മാറ്റിക്കളാ, എന്തിനാ തലയിൽ കലമൊക്കെ വെച്ചുകൊണ്ട് വന്നേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ മറുപടി നോക്കിയേ, ഐ കാൺട്ട് ഡൂ ദാറ്റ്. എനിക്കത് അങ്ങനെ കലം എടുത്ത് മാറ്റാൻ പറ്റത്തില്ല രാജാവേ. ഓക്കിങ്, മനസ്സിലായില്ലേ എന്താ കാര്യം? ഐ ഹാവ് ടു ഒബേ യുവർ ഓർഡർ. എനിക്ക് രാജാവിൻ്റെ കൽപ്പന അനുസരിച്ചേ പറ്റൂ. രാജാവിൻ്റെ ഓർഡർ ഉണ്ട്. എന്താണ് നോക്കിക്കോ, ഐ ഹാവ് ടു ഒബേ എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. ഒബേ യുവർ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, രാജാവിൻ്റെ ഓർഡർ. അതായത് രാജാവ് ഒരു കൽപ്പന പറഞ്ഞു, നീ ഇനി ഒരാഴ്ചത്തേക്ക് നിൻ്റെ മുഖം എന്നെ കാണിക്കരുതെന്ന് രാജാവ് പറഞ്ഞു. നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, അത് തന്നെ. അപ്പം ഐ ഹാവ് ടു ഒബേ യുവർ ഓർഡർ. രാജാവിൻ്റെ ഓർഡർ ആരെ അനുസരിച്ചേ പറ്റൂ? തെന്നാലി രാമൻ. ഓക്കെ, അതുകൊണ്ടാണ് തെന്നാലി രാമൻ ഇങ്ങനെ നമ്മുടെ കലയൊക്കെ വെച്ച് അവിടെ വന്നത്. യു ഹാവ് ആസ്ക്ഡ് മീ നോട്ട് ടു ഷോ മൈ ഫേസ് ടു യു ഫോർ എ വീക്ക്. രാജാവെ അങ്ങ് പറഞ്ഞില്ലേ, എന്തുവാ നോട്ട് ടു ഷോ മൈ ഫേസ്. അതായത് രാജാവെ അങ്ങ് പറഞ്ഞില്ലേ, എൻ്റെ മുഖം അങ്ങേ കാണിക്കരുത് ഒരാഴ്ചത്തേന് എന്ന് പറഞ്ഞില്ലേ, അങ്ങനല്ലേ രാജാവ് പറഞ്ഞേ. അതുകൊണ്ടാണ് രാജാവ് ഞാനിങ്ങനെ തല ഇങ്ങനെ മൂടി വന്നത്. അപ്പം രാജാവ് നോക്കുമ്പോൾ രാജാവിന് തെന്നാലി രാമൻ്റെ മുഖം കാണാൻ പറ്റത്തില്ല, തലയും കാണാൻ പറ്റത്തില്ല, മനസ്സിലല്ലേ. മുഖം കാണിക്കില്ലെന്നല്ലേ പറഞ്ഞത്. മുഖം കാണാതിരിക്കാൻ വേണ്ടി ആ തെന്നാലി രാമൻ പതിവ് പോലെ വന്നതാണ് രാജകൊട്ടാരത്തിൽ എന്ന് വരുന്ന പോലെ ആ സമയത്ത് വന്നു. അപ്പം മുഖം കാണിക്കില്ലെന്നല്ലേ പറഞ്ഞോളൂ. അപ്പം മുഖം കാണാതിരിക്കാൻ വേണ്ടിയാണ് ഈ കലം വെച്ച് കമിഴ്ത്തി വെച്ചേക്കുന്നത്. എന്ത് കോമഡിയാന്ന് നോക്കണേ, അതാണ് നോക്കിയോ. ദ കിങ് റിമെമ്പേർഡ് ഹിസ് വേർഡ്സ് ആൻഡ് സ്റ്റാർട്ടഡ് ലാഫിങ്. അപ്പോഴാ രാജാവ് പറഞ്ഞ കാര്യം ഓർത്തത്. കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, ഒരാഴ്ചത്തേക്ക് നിൻ്റെ മുഖം എന്നെ കാണിക്കരുതെന്നല്ലേ പറഞ്ഞേ. അത് കണ്ടപ്പോൾ, അത് ഓർത്തപ്പോൾ രാജാവിന് ചിരി വരുക. രാജാവ് ഇവിടെ നിന്ന് ചിരിക്കാൻ തുടങ്ങി. സ്റ്റാർട്ടഡ് ലാഫിങ് എന്ന് പറഞ്ഞാൽ എന്താ, ചിരിക്കുകയാണ്. റിമെമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഓർക്കുക കേട്ടോ. അത് എല്ലാം ഒന്നും നിങ്ങൾ എഴുതി പഠിക്കണ്ട. ഞാൻ അണ്ടർലൈൻ ചെയ്ത വാക്കുകൾ നിങ്ങളിപ്പോൾ കണ്ടല്ലോ സ്ക്രീനിൽ. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഒന്നോടെ വീഡിയോ ബാക്കിലോട്ടൊന്ന് ആക്കുക കേട്ടോ. ഒന്നോടൊന്ന് വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് അതൊന്ന് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, അതിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്താലും മതി. അപ്പം നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സമയം കിട്ടും. എന്നിട്ട് ഒന്നോട് പ്ലേ ചെയ്യണം കേട്ടോ. ദ കിങ് റിമെമ്പേർഡ് ഹിസ് വേർഡ്സ് ആൻഡ് സ്റ്റാർട്ടഡ് ലാഫിങ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ കുറേ വാക്കുകൾ നിങ്ങൾ ഇന്ന് എഴുതി കാണിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ കാണാം. അത് കഴിഞ്ഞ് രണ്ടാമത് കുറേ വാക്കുകൾ കുറേ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അടുത്ത ദിവസം മതി. ഓക്കെ, ദ കിങ് റിമെമ്പേർഡ് ഹിസ് വേർഡ്സ് ആൻഡ് സ്റ്റാർട്ടഡ് ലാഫിങ്. രാജാവ് ഈ വാക്ക് ഓർത്ത്, രാജാവ് പറഞ്ഞ കാര്യം ഓർത്ത് രാജാവ് അങ്ങ് ചിരിക്കാൻ തുടങ്ങി. ദ ഹോൾ കോർട്ട്. ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, WHOLE, ഹോൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ, എല്ലാം. ആ രാജസദസ്സ് മുഴുവനും, അവിടെയുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് അങ്ങ് ചിരിക്കാൻ തുടങ്ങി. ദ ഹോൾ കോർട്ട് ഓൾസോ ലാഫ്ഡ് അറ്റ് തെന്നാലി രാമാസ് ജോക്ക്. തെന്നാലി രാമൻ്റെ ഈ കോമഡി, ഈ ഒരു തമാശ കണ്ടിട്ട്
അവിടെയുള്ള എല്ലാവരും സദസ്സിലുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് അങ്ങ് ചിരിക്കാൻ തുടങ്ങി. ഓക്കെ, ഉടനെ രാജാവിൻ്റെ മറുപടി ചോദിക്കും, ടേക്ക് ഓഫ് ദാറ്റ് പോട്ട്. എടുത്ത് മാറ്റ്, നിൻ്റെ ഈ കലമൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞു. ടേക്ക് ഓഫ് ദാറ്റ് പോട്ട് സെഡ് ദ കിങ്. തെനാലിരാമ ടുക്ക് ഓഫ് ദ പോട്ട് ഫ്രം ഹിസ് ഹെഡ്. അപ്പോൾ തെനാലിരാമ എന്ത് ചെയ്തു, പുള്ളിയുടെ പോട്ട് ആ ഒരു കലമെടുത്ത് മാറ്റി, എവിടെ നിന്ന് തലേന്ന് ഊരി മാറ്റി. ഓക്കെ, ആൻഡ് ബോവ്ഡ് ടു ദ കിങ് ആൻഡ് സാറ്റ് ഓൺ ഹിസ് സീറ്റ്. അപ്പോൾ എന്ത് ചെയ്തു, എന്നിട്ട് തെനാലിരാമനോട് രാജാവിനൊന്ന് വണങ്ങി നമസ്കരിച്ചു. എന്നിട്ട് ബോവ്ഡ് എന്ന് വെച്ചാൽ എന്താ, ബോവ്ഡ് BOWED ബോവ്ഡ് എന്ന് വെച്ചാൽ വണങ്ങുക. ഓക്കെ, നമസ്കരിക്കുക അല്ലേ. ബോവ്ഡ് ടു ദ കിങ് ആൻഡ് സാറ്റ് ഓൺ ഹിസ് സീറ്റ്. എന്നിട്ട് തെനാലിരാമൻ ഇരിക്കാനൊരു സ്ഥലമുണ്ട് കേട്ടോ, ആ ഒരു കസേര ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി തെനാലിരാമൻ ഇവിടെ ഇരുന്നു. ദ കിങ് കെപ്റ്റ് ഓൺ സ്മൈലിംഗ്. രാജാവിന് ഇപ്പോഴും ചിരിയുണ്ട്, മുഖത്ത് പുഞ്ചിരിയൊക്കെ ആയിട്ട് രാജാവ് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ കഥ തീരുന്നത്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കഥ? സൂപ്പർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത് കോമഡി രസം. അപ്പോൾ ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞ വാക്കുകളൊന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ദിവസം പറയാം. എല്ലാം കൂടെ ഒരുമിച്ച് വേണ്ട. ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞ കുറേ വാക്കുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, വൊക്കാബുലറി എന്ന് കണ്ടോ, സ്ക്രീനിൽ ഉണ്ട്. എന്നാലും നിങ്ങൾ ആ ടെക്സ്റ്റ് കൊണ്ട് നോക്കിക്കോ, ഇത് ചിലപ്പോൾ ക്ലിയർ ആവത്തില്ല, നോക്കിക്കോണം. ആടെ നമ്മൾ പറഞ്ഞ വാക്കുകൾ ഇതിലുണ്ട്. ചീർഫുൾ കണ്ടോ, സ്ക്രീനിൽ കാണിക്കാം. ഈ വാക്കുകൾ എഴുതിയെടുത്തോണേ. ചീർഫുൾ, അതുപോലെ കോർട്ട് COURT കോർട്ട്, പിന്നെ SHOUT ഷൗട്ട് കണ്ടോ, ഷൗട്ട്, POET പോയറ്റ്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്താൽ മതി, ഈ വാക്ക് നിങ്ങൾക്ക് എഴുതിയെടുക്കാം കേട്ടോ, സുഖമായിട്ട്. ദെൻ ജോക്ക് JOKE ജോക്ക്. അപ്പോൾ വാക്കിൻ്റെ എല്ലാം അർത്ഥം പഠിച്ചോണം. ചീർഫുൾ എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിരിക്കുക കേട്ടോ, അതാ മീനിങ്. കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കോർട്ട് നമ്മുടെ രാജകൊട്ടാരം അല്ലേ. ഷൗട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ബഹളം വെക്കുക, ഒച്ച വെക്കുക, അതാണ് മീനിങ്. പോയറ്റ് എന്ന് പറഞ്ഞാൽ പോയറ്റ്, നമ്മൾ പറഞ്ഞു ആരാ പോയറ്റ്, ഒരു കവിത എഴുതുന്ന ആളാണ് പോയറ്റ് അല്ലേ. അപ്പോൾ അത് ഇവിടുത്തെ പോയറ്റ് ആരാ, നമ്മൾ പറഞ്ഞ കഥയിലെ പോയറ്റ് ആരാ, തെനാലിരാമൻ അല്ലേ. ജോക്ക് എന്ന് പറഞ്ഞാൽ ജോക്ക്, തമാശ അല്ലേ, കോമഡി അല്ലേ, തമാശ പറയുന്നത്, അതാ ജോക്ക്. തെലുങ്ക് ആ ഒരു ഭാഷയാണ് തെലുങ്ക് കേട്ടോ. നമ്മൾ സംസാരിക്കുന്നത് മലയാളമല്ലേ, അതുപോലൊരു ഭാഷയാണ് തെലുങ്ക്. ഓക്കെ, സ്പോയിൽ SPOIL സ്പോയിൽ എന്ന് പറഞ്ഞാൽ എന്താ, അഴുക്കാക്കുക, വൃത്തിയേടാക്കുക, അതാണ് മീനിങ്, അർത്ഥം. അപ്പോൾ അത് നോട്ട് ചെയ്തോണം. ഇതെല്ലാം കൂടെ നിങ്ങൾ എഴുതി ഒറ്റ ദിവസം കൊണ്ട് എഴുതി കാണിക്കണ്ട, നിങ്ങൾക്ക് സമയമുണ്ട്, സമയം തരാം. അപ്പം ഇതിലെ കുറച്ച് വാക്ക് 2-3 വാക്ക് നിങ്ങൾ എന്നെ ആദ്യം എഴുതി കാണിക്കുക. അത് കഴിഞ്ഞ് അടുത്ത ദിവസം മതി ബാക്കി എഴുതിയ കേട്ടോ. എല്ലാം കൂടെ എഴുതി ഓവർലോഡ് ആക്കണ്ട. സ്പോയിൽ SPOIL സ്പോയിൽ എന്ന് പറഞ്ഞാൽ വൃത്തിയേടാക്കുക, അഴുക്കാക്കുക. ത്രോൺ എന്ന് പറഞ്ഞാൽ THRON ത്രോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജാവ് ഇരിക്കുന്ന സിംഹാസനം കേട്ടോ. ത്രോൺ THRON ത്രോൺ. നമ്മളിരിക്കുന്ന എവിടെ, സിംഹാസനത്തിലാണോ? നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന എവിടെ, കസേര അതല്ലേ, കസേരയല്ലേ ഇരിക്കുന്നത്. രാജാവിൻ്റെ ഒരു സിംഹാസനമുണ്ട്, വലിയ കസേരയാണ് കേട്ടോ, അറിയത്തില്ല നിങ്ങൾക്ക്. ഓക്കെ, ദെൻ വെൽ നോൺ WELLKNOWN വെൽ നോൺ എന്ന് വെച്ചാൽ ഏറ്റവും അറിയപ്പെടുന്ന, ഫേമസ് ആയ അല്ലെങ്കിൽ ഏറ്റവും അറിയപ്പെടുന്ന ആളാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്, അതാണ് എല്ലാവരും അറിയപ്പെടുന്ന, അതാണ് കേട്ടോ, അറിയപ്പെടുന്ന ഒരാളാണ് വെൽ നോൺ ആ വാക്കിൻ്റെ അർത്ഥം. അത് എഴുതിക്കോണം. എല്ലാം കൂടെ ഒരുമിച്ച് വേണ്ട, ഞാൻ പറഞ്ഞു. ഇതിൽ കുറച്ച് 2-3 വാക്ക് മാത്രം നിങ്ങൾ ഏതെങ്കിലും 2-3 വാക്ക് എടുത്ത് എഴുതുക, ബാക്കി വാക്കുകൾ അടുത്ത ദിവസം എഴുതുക. അങ്ങനെ നിങ്ങൾക്ക് എഴുതി കാണിക്കുക കേട്ടോ. 5 പ്രാവശ്യം എഴുതണം. ഓക്കെ, എങ്കിലും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. ഇതിൽ മീൻ വയൽ എന്നുള്ള വാക്ക് ഇപ്പോൾ എഴുതണ്ട, അതായത് ഈ വാക്ക് ഇത് നിങ്ങൾ ഇപ്പം എഴുതണ്ട കേട്ടോ, ഇത് നിങ്ങളിപ്പോൾ എഴുതണ്ട. നിങ്ങൾ അടുത്ത വെൽ നോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് ലാഫിങ്, ഇത് എഴുതാം, ലാഫിങ്, മനസ്സിലായോ? LAUGHING ലാഫിങ്. അറിയാമല്ലോ, ആ വാക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ, അതൊക്കെ എഴുതിക്കോണേ. ഓക്കെ, ദെൻ അടുത്തത് ഈ വാക്ക് നോക്കിയേ, എംബറർ EMPEROR എംബറർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭരണാധികാരി അല്ലെങ്കിൽ രാജാവ്, അതൊന്ന് വിചാരിച്ചാൽ മതി, അതാണ് മീനിങ് കേട്ടോ, എംബറർ. അതുപോലെ പാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാലസ് രാജകൊട്ടാരം കേട്ടോ, രാജകൊട്ടാരം, അതാണ് പാലസ്. ദെൻ അതടുത്തത് നമ്മൾ പറഞ്ഞത് മിനിസ്റ്റർ, നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാ, മന്ത്രി അല്ലേ, രാജാവിന് ഉപദേശമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് മന്ത്രി അല്ലേ, അതാണ് മിനിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള വാക്കുകൾ. അപ്പോൾ ഈ കഥ എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോൾ ഇതിന് ബന്ധപ്പെട്ട് കുറേ എക്സസൈസും കാര്യങ്ങളും ഉണ്ട്, വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് നിങ്ങൾ ഓവർലോഡ് ആക്കണ്ട. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കണം. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ കുറേ വാക്കുകളുണ്ട്, അത് ഓരോ ദിവസം മതി, ഒരു 3-4 വാക്ക് വെച്ച് നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഇന്ന് നിങ്ങൾ 2-3 വാക്ക് എഴുതി പഠിക്കുക, എന്നിട്ട് എനിക്ക് അയച്ച് കാണിക്കുക കേട്ടോ, ഞാൻ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പം 5 പ്രാവശ്യം എഴുതിയാൽ മതി, ഒരു 3-4 വാക്ക് എഴുതിയാൽ മതി, എല്ലാം കൂടെ വേണ്ട കേട്ടോ നമ്മൾ പഠിച്ചത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമുക്ക് ബാക്കി 3-4 വാക്ക് അങ്ങനെ വെച്ച്
ആ 3-4 ദിവസം കൊണ്ട് നിങ്ങൾ എഴുതി പഠിച്ച് കാണിച്ചാൽ മതി കേട്ടോ. സമയമുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലത് നോക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.